സത്യം പറഞ്ഞ ബെൽശബ്ദം കേട്ട് കതക് തുറന്നപ്പോ മുന്നിൽ നിൽക്കുന്നത് ഇതാരാണെന്ന് അറിഞ്ഞില്ല. പ്രകാശനാണെന്ന് മനസ്സിലാക്കിയപ്പോ ആദ്യം ഞാൻ കിടുങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. പക്ഷെ പിന്നീട് മനസ്സിൽ അടക്കി വച്ചിരുന്ന ദേഷ്യം മുഴുവനും തീർത്തു. ഒരു നിമിഷം ഞാൻ അവനെ കൊന്നു കളയുമെന്ന് തന്നെ ഞാൻ സംശയിച്ചു. പക്ഷെ മുരളി, അവൻ വളരെ ശാന്തമായി തന്നെയാ നിന്നത്. ജയിലിൽ നിന്ന് വരുന്നത് പോലെയല്ല, ഏതോ ഒരു ആശ്രമത്തിൽ നിന്ന് വരുന്നത് പോലെയായിരുന്നു സംസാരം. ക്ഷമയും സ്നേഹവും ഒക്കെയായിരുന്നു. സത്യത്തിൽ എനിക്ക് അത്ഭുതമായി പോയി സിദ്ധു. അവൻ 100% ക്രിമിനലാണ്. ഇത്തരക്കാർക്ക് എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ പറയണമെന്നൊക്കെ നല്ല നിശ്ചയം ഉണ്ടാവും. കരയാനും കാലു പിടിക്കാനും മടിയുണ്ടാവില്ല. കൊലപാതകളുടെയും ഗുണ്ടകളുടെയൊക്കെ പല സന്ദർഭങ്ങളിലുള്ള പെരുമാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രയ്ക്ക് ശാന്തരായിരിക്കും. ഇവനൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കമാവും അവന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ വന്നു, ഗിരീഷിന്റെ വീട്ടിൽ പോയി, ഇനി അതുപോലെ പല പരിചയക്കാരുടെയും വീട്ടിൽ പോവും. അതെ അമ്മേ, പ്രകാശ് പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കണ്ട. അവൻ ഇരട്ട മുഖ. ആന്റി, ഇനി എന്തായാലും അവനെ സൂക്ഷിക്കണം. താനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാധാരണക്കാരനാണെങ്കിൽ കൊലപാതകം നടത്തിയ കുടുംബത്തിലേക്ക് കയറി വരാൻ ധൈര്യം കാണിക്കില്ല. അതാ ഞാനും ആലോചിച്ചത്. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നിയത് ഈ കാരണം കൊണ്ടാ. അവൻ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പണ്ട് എന്റെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചതിനെല്ലാം അരുന്ധതി പകരം വീട്ടിയത് തന്നെ. പ്രകാശൻ പറഞ്ഞത് ഓരോന്നും കൂട്ടി ആലോചിച്ചപ്പോ അരുന്ധതി തന്നെയാണ് മീരെ കൊല്ലിച്ചതെന്ന് പൂർണ്ണ വിശ്വാസം വന്നു. പ്രകാശ് ഒരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞു. ബലരാമനെ കൊന്നു എന്ന് പറഞ്ഞ് സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തത് തെറ്റിദ്ധരിച്ചല്ലേ? അതുപോലെ പ്രകാശിനെതിരെ തെളിവുകൾ വന്ന് പ്രകാശൻ കുടുങ്ങിയതാണെന്ന്. ആന്റി, ഒക്കെ അവൻ കണക്കൂട്ടി പറയുന്നാവും. അവൻ പറയുന്നത് പൂർണ്ണമായും സത്യമാണോന്ന് അറിയാൻ വയ്യ. പക്ഷേ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ ഉള്ളതുപോലെ.